രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുകയാണ്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിൽ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പാലിക്കുമെന്ന് ദേവസ്വം ബോർഡ് വിശദീകരണം നൽകുകയാണ്. ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് താന്ത്രിക വിധിയും ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യവും പാലിച്ചു തന്നെയായിരിക്കും ദർശനം ഒരുക്കുക. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വാഹന വ്യൂഹത്തെ കടത്തിവിടും. പുതിയ ഗൂർഖ ഓഫ് റോഡ് വാഹനത്തിലാണ് രാഷ്ട്രപതി സഞ്ചരിക്കുകയെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, രാഷ്ട്രപതിയുടെ സന്ദർശനം അതേസമയം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വലിയ വിവാദം നിൽക്കുന്നതിനിടയിൽ കൂടിയാണ് രാഷ്ട്രപതി വരുന്നത്. രാഷ്ട്രപതി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശദീകരണമാണ് ഹൈക്കോടതിയിൽ ഉണ്ടായത്? രതീഷ്, രാഷ്ട്രപതി അടുത്ത 22-ാം തീയതിയാണ് ശബരിമല ദർശനത്തിനായി എത്തുന്നത്. സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തുന്നത് ഓഫ് റോഡ് വാഹനത്തിലായിരിക്കുമെന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരമാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 6 മോട്ടോർ ഗൈഡിൽ 6 വാഹനങ്ങളായിരിക്കും ഉണ്ടാകുക. ആ വാഹനങ്ങൾ മുഴുവൻ ഓഫ് റോഡ് വാഹനങ്ങളായിരിക്കും. അതിൽ രാഷ്ട്രപതി സഞ്ചരിക്കുക ദേവസ്വം ബോർഡിന് കഴിഞ്ഞ ദിവസം കിട്ടിയ ഗൂർഖ വാഹനത്തിലായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി കയറി വന്ന് പരമ്പരാഗത പാത വഴിയായിരിക്കും സന്നിധാനത്തേക്ക് ഈ വാഹന വ്യൂഹത്തെ കടത്തിവിടുക എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ട്രയൽ റൺ ഇന്ന് തന്നെ ആരംഭിക്കും. അതിനുള്ള നടപടികളിലേക്കും കടന്നു കഴിഞ്ഞു. ഇതിൽ മറ്റൊരു കാര്യം, ശബരിമല ദർശനത്തിന്റെ കാര്യത്തിൽ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യവും പാലിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയുടെ ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട സന്ദർശനം, മലചവിട്ടൽ, അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് വാഹനത്തിൽ പോകുക എന്ന സ്വാഭാവികമായ സംശയങ്ങളുണ്ടാകും. എപ്പോഴും ശബരിമലയിൽ പോകുന്ന ആളുകളല്ല ഭൂരിപക്ഷം, സ്ത്രീകൾ അടക്കം. പഴയ ഓർമ്മകളിൽ അവർ കുട്ടിക്കാലത്ത് പോയതൊക്കെ ആയിരിക്കും പലർക്കും അറിയാം. ബാക്കിയൊക്കെ നമ്മുടെ ഈ വാർത്തകളിലൂടെയൊക്കെയാണല്ലോ ശബരിമലയെ കുറിച്ചറിയാം. ഈ ഗൂർഖ ജീപ്പിൽ പോകുന്നത്, അവിടേക്കുള്ള സന്ദർശനം എങ്ങനെയാണ് അതിനെ വിശദീകരിക്കാൻ കഴിയുക? പ്രത്യേകിച്ച് രാഷ്ട്രപതി ഇപ്പോൾ ഗൂർഖ ജീപ്പിലാണ് പോവുക എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങൾ, അതിന്റെ രീതി എങ്ങനെയാണ്? രതീഷ്, ഈ രാഷ്ട്രപതി നമ്മുടെ പ്രഥമ വനിതയാണ്. അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു വാഹന വ്യൂഹം തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. കാരണം ഇത് പതിവില്ലാത്തൊരു കാര്യമാണ്. വാഹനത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയി ദർശനം നടത്തുക എന്നത് നമ്മൾ മുൻപൊന്നും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ രാഷ്ട്രപതിയാകുമ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പമ്പയിൽ നിന്ന് ഒരു മോട്ടോർ ഗൈഡ് തന്നെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ദുർഘടമായ കാനനപാതയാണ്. അതുകൊണ്ട് ഈ കാനനപാതയിലൂടെ കടന്നു പോകാൻ കഴിയുന്ന വാഹനങ്ങളാണ് ഇതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. 6 വാഹനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഈ 6 വാഹനങ്ങളിൽ ഒന്നിലായിരിക്കും രാഷ്ട്രപതി ഉണ്ടായിരിക്കുക. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏറ്റവും ഒടുവിൽ ലഭിച്ച ഗൂർഖ വാഹനത്തിലാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനമാകുമ്പോൾ ആ സന്ദർശനത്തിൽ പേരിൽ യാതൊരു തരത്തിലുള്ള ആചാര ലംഘനങ്ങളും ഉണ്ടാവില്ല എന്നുകൂടി ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയാണ്. ശബരിമലയിലെ പാരമ്പര്യവും താന്ത്രിക വിധിയും പാരമ്പര്യവും ആചാരങ്ങളും അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. തന്ത്രിയെ മുൻകൂട്ടി തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് ദിവസം, അതായത് 22-ാം തീയതി 1:30 മണിവരെ ശബരിമല ദർശനം അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന കാര്യം. കാരണം നേരത്തെ രാഷ്ട്രപതി എത്തുന്നത് ഒരു 1 മണിയോടുകൂടിയായിരിക്കും സന്നിധാനത്ത് എത്തുന്നത് എന്നതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം അല്പം കൂടി മുൻപിലേക്ക് അത് കയറിയിട്ടുണ്ട്. അതായത് ഒരു 12:30-ക്കും 1 മണിക്കും ഇടയിലുള്ള ഒരു സമയത്ത് രാഷ്ട്രപതി സന്നിധാനത്തെത്തി ശബരിമല ദർശനം ഒരു 10-15 മിനിറ്റ് മാത്രമേ സന്നിധാനത്ത് രാഷ്ട്രപതി ഉണ്ടായിരിക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 1:30യോടുകൂടി തന്നെ രാഷ്ട്രപതി സന്നിധാനത്ത് നിന്ന് താഴേക്ക് മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സാധാരണ അയ്യപ്പ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കുക, ആ ഒരു ഉദ്ദേശത്തോടുകൂടി അന്നേ ദിവസം 1:30 മണിവരെ ശബരിമല നട തുറന്നിരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി വരുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ യാത്രാ വിവരങ്ങളും ശബരിമല ദർശനത്തിൽ യാതൊരു തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനവും ഉണ്ടാകില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കാരണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കാര്യങ്ങളെല്ലാം അംഗീകരിച്ചോ? ഇതിന് ഔദ്യോഗികമായൊരു സ്ഥിരീകരണമായോ യാത്ര എങ്ങനെയാണ് എന്ന കാര്യത്തിൽ?
അത് നാളെ ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലേക്ക് വരുമ്പോഴായിരിക്കും ദേവസ്വം ബെഞ്ചിന്റെ ഇക്കാര്യത്തിലുള്ള തീരുമാനമുണ്ടാകുക. പക്ഷേ ഹൈക്കോടതിയെ ഇത് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. കാരണം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ശബരിമല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ സന്നിധാനത്തേക്ക് വാഹനത്തിൽ ഡിവോട്ടീസിനെ കൊണ്ടുവരാൻ പാടില്ല എന്നത് നേരത്തെ തന്നെ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലീസിന് ഒരു ആംബുലൻസ് അനുവദിച്ച ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സോ ഡിവോട്ടീസോ ഇത് ഉപയോഗിക്കരുത്, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി വരുമ്പോൾ അത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മാറി നിൽക്കും. പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള വ്യക്തിയാണ് രാഷ്ട്രപതി. അതുകൊണ്ട് തന്നെ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബ്ലൂ ബുക്ക് അനുസരിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തേണ്ടി വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ ലംഘനമുണ്ടാകില്ല, എല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ ക്രമീകരണങ്ങൾ എന്താണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വിശദീകരിക്കുന്നത്.